സുബ്ഹാനല്ലാഹ്, എത്രയോ മനുഷ്യരുടെ റമളാനിലെ ഓരോ ദിവസത്തെയും 12 റക്അത്തുകൾ വീതം മുറിച്ച് ആ മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന എത്രയോ വലിയ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി. എന്താ പറയുന്നറിയോ? 20 വട്ടം തീരുന്നുണ്ട്, അവിടെ 8 കുറെ കഴിഞ്ഞിട്ടാണ് തീരുന്നത്. അപ്പൊ ഇതിനേക്കാളും നല്ല അതല്ലേ? അല്ല, ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക്, അതാണ് നിന്റെ ജോലി. തറാവീഹ്സ്കാരം, നമുക്ക് തറാവീഹ്സ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം നബി എത്ര നിസ്കരിച്ചെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാടുകളിൽ വർഷാവർഷം റമളാനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെയേറെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം 8 ആണോ 20 ആണോ എന്നുള്ളത്. അപ്പോ തറാവീഹിന്റെ കാര്യത്തിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ പ്രവാചകചര്യ എത്ര റക്അത്താണ് എന്ന് ഏകോപിച്ചിട്ടുണ്ടെങ്കിലും റക്അത്തുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയുള്ള ഒരു മുസ്ലിയാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക്, അതാണ് നിന്റെ ജോലി. അത് പഠിക്കുന്ന ആളുകൾ പഠിച്ചവരും പറയണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ 20 റക്അത്ത് നിസ്കരിക്കാൻ ഇമാമാക്കി നിർത്തിയത് ആരാണ്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനത്തെ ഒരാൾ ചെയ്ത പണിയെ നീ എന്തിനെ എതിർക്കണം? നിനക്ക് എന്ത് ഹദീസ് അറിയാം? നീ ഏത് ഹദീസ് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്? അപ്പോ നമുക്കറിയുന്ന ഹദീസ് ഏതാണെന്നും അതേ ഹദീസ് നമ്മളെല്ലാ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നേ ഈ വിഷയം തന്നെ സമസ്തയിലെ പ്രധാന നേതൃത്വത്തിൽപ്പെട്ട മറ്റൊരു മുസ്ലിയാർക്ക് കൂടി പറയാനുള്ളതും എന്താണെന്ന് കേട്ടു നോക്കൂ. നമ്മൾ 20 എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം കൂടി പഠിച്ച ആളുകളാണ് സഹാബത്ത്, ഉമർ റളിയല്ലാഹു അടക്കമുള്ളത്. അവർ തറാവീഹിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരിച്ചത് 20 ആണ്. നബി 8 കഴിച്ചു എന്ന് പറഞ്ഞ റിവായത്ത് അതിന് പലതിനും സാധ്യതയുണ്ട്. എന്താ, ആ 8 കൂടിയതാവും ചില ആളുകൾ വന്നിട്ട്. ചില ആളുകൾ എന്താണ് വന്ന് 8 റക്അത്തിലെ ഒരു നബിന്റെ ഒപ്പം കൂടിയിട്ടുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 നിസ്കരിച്ച് വീട്ടിലേക്ക് പോയി, വീട്ടിൽ നിന്ന് ബാക്കി നിസ്കരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് തറാവീഹ്സ്കാരം, നമുക്ക് തറാവീഹ്സ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം നബി എത്ര നിസ്കരിച്ചെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഉമർ ബിൻ ഖത്താബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടിട്ട് ഉമർ ബിൻ ഖത്താബിന്റെ കൽപ്പന അനുസരിച്ച് മദീനത്തെ പള്ളിയിൽ നിന്ന് അവിടുന്ന് സഹാബത്ത് നിസ്കരിച്ചു. 20 ആണെങ്കിൽ അതിലാർക്കും അഭിപ്രായിക്കാൻ. അപ്പോ ഇതാണ് അതിന്റെയും അവസ്ഥ. അതായത് കേരളത്തിലെ സമസ്തക്കാർ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഒന്നാമതായി തെളിവ് പറയുന്ന ഒന്നാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചുവെന്നും അതുപോലെ പറയുന്ന മറ്റൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ആ ഹദീസ് തറാവീഹിനെ പറ്റി അല്ല, അത് വിത്ർ നമസ്കാരത്തെ പറ്റി ആണ് എന്ന് പറഞ്ഞിട്ടാണ് തറാവീഹ് നമസ്കാരത്തിന് 20 റക്അത്ത് നിസ്കരിക്കാൻ സമസ്തക്കാർ തെളിവ് പിടിക്കാറ്. മാത്രമല്ല ഉമർ അല്ലാഹുവിന് 20 നിസ്കരിച്ചെങ്കിൽ അത് തന്നെയാണ് നമ്മൾക്ക് തെളിവ്. അതായത് പ്രവാചകൻ എത്ര നിസ്കരിച്ചു എന്ന് നമ്മൾ നോക്കേണ്ടതില്ല എന്ന് ഇവർക്ക് ചുരുക്കം. ഇനി ഇവര് പറയുന്ന ആ വാദമാണ് ഇസ്ലാമിലെ ഒന്നാം പ്രമാണമായ പരിശുദ്ധ ഖുർആന് ശേഷം സ്വഹീഹാണെന്ന് ഇസ്ലാമിക ലോകം തീർച്ചപ്പെടുത്തിയ രണ്ടാം പ്രമാണമായ സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബ് സലാത്തു തറാവീഹിലെ 2013 നമ്പർ ഹദീസിൽ ഏവർക്കും സുപരിചിതമായ ഹദീസായിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഉമ്മുൽ മുഅ്മിനീൻ മഹദി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. ആ ഹദീസാണ് ഏവർക്കും പരിചയമുള്ള മാക്കാന അസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിൽ വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല എന്ന് വ്യക്തമായി പറയുന്ന ഹദീസ്. അപ്പോ ഈ ഹദീസ് തറാവീഹ് 8, 3, 11 നമസ്കരിക്കാൻ തെളിവായിട്ട് സമസ്തക്കാർക്ക് കൊടുക്കുമ്പോൾ സമസ്തക്കാർ പറയാറുണ്ട് ആ കിതാബിൽ അത് തറാവീഹിനെ പറ്റി അല്ല പറയുന്നത്, മറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച വിത്തറിനെ പറ്റിയാണ് പറയുന്നത് എന്ന് സമസ്തക്കാർ പറയാറുണ്ട്. എന്നാൽ ഈ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിരിക്കുന്ന ബാബാണ് തറാവീഹിന്റെ കിതാബ് ബാബു സ്വലാത്തു തറാവീഹ്. അതായത് തറാവീഹ് നമസ്കാരത്തിന്റെ അധ്യായത്തില് തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം പറയാൻ ഈ ഹദീസാണ് തെളിവായി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ കിതാബ് സലാത്തുൽ വിത്ർ അതായത് വിത്ത് നമസ്കാരത്തിനെ പറ്റിയുള്ള അധ്യായത്തിലല്ല ഈ ഹദീസ് തെളിവാക്കിയത് എന്ന് ഓരോ സമസ്തക്കാരനും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത്. ഇനി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അൽ ഹാഫിദ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ-ഹാവിൽ ഫതവയിൽ ഈ കാണുന്ന അൽ മസാബിഹ് ഫി സലാത്തു തറാവീഹ് എന്ന അധ്യായത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 11-ൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് തറാവീഹ് നമസ്കാരത്തിന്റെ അധ്യായത്തിലാണ്. ഇനി ഈ കിതാബിന്റെ 415-ാമത്തെ പേജിൽ സമസ്തക്കാര് തറാവീഹ് 20 റക്അത്താണ് നിസ്കരിക്കാൻ തെളിവ് പിടിക്കുന്ന ഇമാം റാഫിയുടെ ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. അതുപോലെ മുസന്നിഫ് അബീഷൈബയുടെയും പ്രവാചകന്റെ 20 റക്അത്താണ് തറാവീഹ് നമസ്കാരം എന്ന് പറയുന്ന ഹദീസ് കൊടുത്തതിന് ശേഷം ഇതിൽ പറയുന്ന പ്രവാചകൻ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്നുള്ള എല്ലാ ഹദീസുകളും ലൈഫാണെന്ന്
വ്യക്തമായിട്ട് അവിടെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഈ പേജിന്റെ അവസാനം ഫൽ ഹാസുൽ, അതായത് ഈ പറഞ്ഞതിന്റെ ചുരുക്കം, അന്നൽ അഷരീന, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്നത്. ശേഷം അടുത്ത പേജായ 416 ലം തുസ്ബിത് മിൻ ഫഅലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളത് ഒരിക്കലും സ്ഥിരപ്പെട്ടിട്ടില്ല. അതിന് കാരണം പറയുന്നുണ്ട്. വമാ നഖലഹു അൻ സഹീഹ് ഇബ്നു ഹിബ്ബാൻ ഗായത്തുൻ ഫീമാ ദഹബ്നാ ഇലൈഹി മിൻ തമസ്സക്നാ ബിമാ ഫിൽ ബുഖാരി അൻ ആയിഷ റളിയല്ലാഹു അൻഹ. നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് സമസ്തക്കാര് വിത്രാണെന്ന് പറയുന്ന മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്തൻ, പ്രവാചകൻ റമളാനിൽ അല്ലാത്തപ്പോഴോ 11 ഏറെ നിസ്കരിച്ചില്ല എന്ന ആയിഷ റളിയല്ലാഹു അൻഹ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെയാണ് ഇവിടെയും. തറാവീഹ് 8, 3, 11 ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം എന്ന് തെളിവ് പറയാൻ ഇവിടെ തെളിവ് പിടിക്കുന്നത്. ആ ഹദീസിന് ശേഷം പറയുന്നത് നോക്കൂ. ഫഇന്നഹു മുവാഫഖുൻ ലഹു മിൻ ഹൈസുഹു അന്നഹു സല്ല തറാവീഹ് 8. ഈ കാര്യത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവീഹ് നമസ്കാരം 8 റക്അത്തായിരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സുമ്മ വിത്ര, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ബിസലാസിൻ, 3 റക്അത്ത് കൊണ്ട് വിത്റാക്കി. ബതിൽക 11, അങ്ങനെ അത് 11 ആയി. കൂടാതെ ഇനിയും ഈ അധ്യായത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം 8, 3, 11 എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളുണ്ട്. അത് ഈ കിതാബിൽ മാത്രമല്ല, മറ്റ് കിതാബുകളിലും വേറെയും നിരവധി തെളിവുകളുണ്ട്. അതെല്ലാം സമസ്തക്കാർക്ക് കാണിച്ചു കൊടുത്ത് പ്രവാചകന്റെ തറാവീഹ് നമസ്കാരം 8, 3, 11 റക്അത്താണെന്ന് സ്ഥിരപ്പെടുത്തി കൊടുത്താലും ഇവർ പറയുന്ന ഒറ്റ വാക്കാണ്, 4 മദ്ഹബിന് ഇമാമികളും പറഞ്ഞത് തറാവീഹ് നമസ്കാരം 20 റക്അത്താണെന്നാണ്. അങ്ങനെയാണ് സമസ്തക്കാർ പറയാറ്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ കൂടി നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം. ഇത് മദ്ഹബിന്റെ ഇമാമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുവത്ത എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. കിതാബ് സ്വലാത്ത് ഫി റമളാനിലെ ബാബു ജാഅ ഫി ഖിയാം റമളാൻ, അതായത് റമളാനിൽ നിന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ അധ്യായത്തിലെ ഹദീസ് നമ്പർ 256. ഇത് ഏതൊരു സമസ്തക്കാരനും പരിശോധിക്കണം. അതിന്റെയൊക്കെ സനത് വ്യക്തമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു തരും. അത് ഏതൊരു സമസ്തക്കാരനും പരിശോധിക്കുക തന്നെ ചെയ്യണം. ഇനി ശ്രദ്ധിക്കുക. അനിസാഇബ് ഇബ്നു യസീദ് അന്നഹു ഖാൽ, അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു, കൽപ്പിച്ചു, അതായത് ഭരണാധികാരിയാണ്, സർക്കുലർ പുറപ്പെടുവിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് വ തമീമദ് ദാരി, അവര് രണ്ടുപേരും ആരാണ്? പണ്ഡിതന്മാരാണ്, ഹാഫിളീങ്ങളാണ്, ഖാരിയങ്ങളാണ്. എന്താണ് അവരോട് കൽപ്പിച്ചത്? അൻ യഖൂമാ ലിന്നാസി, ജനങ്ങൾക്ക് ഇമാമത്തായി നിസ്കരിക്കണം. എത്ര റക്അത്താണ്? ബി 11 റക്അത്തൻ, 11 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ സർക്കുലർ പുറപ്പെടുവിച്ചത് എന്ന് മനസ്സിലാക്കണം സമസ്തക്കാരാ. എന്നിട്ട് റാവി പറയാണ്, കാനൽ ഖാരിഉ യഖറഉ ബിൽ മിഈൻ, 100 കണക്കിന് ആയത്ത് ഞങ്ങൾക്ക് ഇമാം നിൽക്കുമ്പോൾ അവർ ഓതും. ശേഷം ഹത്താ കുന്ന നഅ്തമിദു അലാ ഉസി മിൻ തൂലിൽ ഖിയാമി, അതായത് നമസ്കാരത്തിന്റെ ദൈർഘ്യം കാരണം നിന്ന് കാല് കഴിയുമ്പോൾ അവര് വടിയിൽ തൂങ്ങി നിൽക്കും. വമാ കുന്ന നൻസരിഫു ഇല്ലാ ഫി ഫുറൂഇൽ ഫജ്ർ, അതായത് നമസ്കാരത്തിന്റെ ദൈർഘ്യം കാരണം അവർ വടിയിൽ തൂങ്ങി നിൽക്കും എന്നാണ് അവിടെ പറയുന്നത്. ഇല്ലാ ഫി ഫുറൂഇൽ ഫജ്ർ, അവർ ഫജ്ർ വരെ തന്നെ വടിയിൽ തന്നെ തൂങ്ങി നിൽക്കുന്ന പറയുന്നത്. അപ്പൊ അത്തരത്തിലായിരുന്നു ഇവരുടെയൊക്കെ ഖുർആൻ പാരായണം. അതിന്റെ സൗന്ദര്യവും ദൈർഘ്യതയും എത്രത്തോളം എന്ന് പറയേണ്ടതില്ല എന്ന് പറയുന്ന ഹദീസുകൾ വേറെയുണ്ട്. ആ ഹദീസിലും പറയുന്നത് 8, 3, 11 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. അപ്പോ സമസ്തക്കാർ ഇത്രയും കാലം പറഞ്ഞു നടന്നിരുന്ന ആ ഒരു വാദം ഇവിടെ പൊളിയുകയാണ്. ഇനി അടുത്തതായി സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹായ ഫതഹുൽ ബാരിയുടെ 250 പേജിലെ 31 അധ്യായമായ, അവിടെയും കിതാബ് സ്വലാത്ത് തറാവീഹ് എന്ന അധ്യായത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു അബി ഷൈബ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ കിതാബിന്റെ 254 പേജിലുള്ളത്. ശ്രദ്ധിക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലീന ഫി റമളാന 20 റക്അത വൽ വിത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ 20 റക്അത്ത് നമസ്കരിച്ചു, തുടർന്ന് വിത്തറും നമസ്കരിച്ചു. അത് തന്നെയാണ് തെളിവായി പിടിച്ചുകൊണ്ട് സമസ്തക്കാർ ഇന്നും പറയുന്നത്. ഇനി ആ ഹദീസിനെ പറ്റി പറയുന്നത് കേൾക്കുക. ശേഷം ഫൈസ്നാദുഹു ലഈഫുൻ, അതിന്റെ സനദ് ലഈഫാണ് എന്നാണ് അവിടെ പറയുന്നത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കാരം 20 നമസ്കരിച്ചു, ശേഷം 3 റക്അത്ത് വിത്ർ നമസ്കരിച്ചു എന്ന് സമസ്തക്കാർ തെളിവ് പിടിക്കുന്ന ഈ ഹദീസ് ലഈഫാണ്, അത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശേഷം ഇനി ആ ഹദീസിന്റെ രണ്ടാമത്തെ ദുർബലത പറയുന്നുണ്ട്. ശേഷം വഖദ് ആറലഹു ഹദീസു ആയിഷത്തു ഹാദാ എന്ന് പറഞ്ഞാൽ മാ കാന യസീദു ഫീ റമളാൻ എന്ന് പറയുന്നത് അത് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഹദീസ് സമസ്തക്കാർ വിത്തറിന്റെ നമസ്കാരമാണ് എന്ന് പറഞ്ഞ് തെളിവ് പിടിക്കുന്ന അതേ ഹദീസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോ ആ ഹദീസിന് ഇത് എതിരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഹാദല്ലദീ ഫീ സ്വഹീഹൈനി മാ കൗനിഹാ അഅലമു ബിഹാലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലം മിൻ ഗൈരിഹാ, മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രിയെ പറ്റി ഏറ്റവും അറിയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ സമസ്തക്കാർക്ക് അത് ഒട്ടും മനസ്സിലാകുന്നില്ല എന്ന് മാത്രം.
ഇനി അടുത്തതായി ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ അൽ ഹാഫിൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി